ഫ്രീഡം സ്ട്രഗിളിൽ കൂടുതലായിട്ടും ഇവർ രണ്ടുപേരെയും കൂടാതെ എന്താണ് ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിട്ടുള്ള, അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുള്ള കുറച്ച് ആളുകളുടെയും കൂടെ ഫോട്ടോസും പേരുകളൊക്കെ സാർ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാൽ കൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാൽ ഗംഗാധർ തിലക്, ഭഗത് സിംഗ്, അരുണ ആസിഫ് അലി ഖാൻ, അബ്ദുൽ ഗഫർ ഖാൻ, ഇവരെല്ലാം ഫ്രീഡം സ്ട്രഗിളിൽ പങ്കെടുത്തിട്ടുള്ള ലീഡേഴ്സ് ആണ്. നൗ യു ആർ ഫെമിലിയർ വിത്ത് സം ഓഫ് ദ ലീഡേഴ്സ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ലീഡേഴ്സ് റിലേറ്റഡ് ടു ദ ഫാക്ട്സ് ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിന് ആൻസേഴ്സ് കണ്ടുപിടിക്കണം. അതിൽ വരുന്ന ഫ്രീഡം ഫൈറ്റർ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. The first woman to become the president of the Indian National Congress. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? നോൺ ആസ് ദ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സരോജിനി നായിഡു ആണ് കേട്ടോ. He took up arms and fought bravely against the British. He was hanged at the age of 23. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടുകയും 23-ാമത്തെ വയസ്സിൽ തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത ആൾ ആരായിരുന്നു? ഭഗത് സിംഗ് ആയിരുന്നു. ഷീ ഈസ് നോൺ ആസ് ക്വീൻ ഓഫ് ദ ക്വിൽറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ക്വീൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ഷീ ഈസ് ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. അരുണ ആസിഫ് അലിയാണ് കേട്ടോ. ഹി പ്ലേഡ് എ മേജർ റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ബൈ യുണൈറ്റിംഗ് ദ പ്രൈൻസ്ലി സ്റ്റേറ്റ്സ് നോൺ ആസ് ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്നു. അതുപോലെ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാന പങ്ക് വഹിച്ചതും ഇദ്ദേഹമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലാണ്. He formed the Indian National Army and fought against the British, known as നേതാജി. ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. നേതാജി എന്നാണ് അറിയപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷോൾ ഹാവ് ഇറ്റ്, നോൺ ആസ് ലോക്മാന്യ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ലോക്മാന്യ എന്നുള്ള പേരിലാണ്. ബാൽ ഗംഗാധർ തിലകാണ് കേട്ടോ. The Guru who guided Gandhiji into politics, founder of an organization called Servants of Indian Society. ഗാന്ധിജിയെ സ്വാതന്ത്ര്യത്തിലേക്ക് പൊളിറ്റിക്സിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് നയിച്ച രാഷ്ട്രീയ ഗുരു ആണ്. പിന്നെ അതുപോലെ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഫൗണ്ടറാണ്. ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ്. അവസാനത്തെ നോക്കൂ. ഫോളോഡ് ഗാന്ധിജീസ് ഐഡിയൽസ്, നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി. അപ്പോൾ ഗാന്ധിജിയുടെ മാർഗങ്ങളെ പിന്തുടർന്ന ആളാണ്. അദ്ദേഹം അറിയപ്പെട്ടത് ഫ്രോണ്ടിയർ ഗാന്ധി എന്നായിരുന്നു. അതായത് അതിർത്തി ഗാന്ധി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഖാൻ അബ്ദുൽ ഗഫർ ഖാനാണ് ആ ഉത്തരം.